മികച്ച ശമ്പളത്തോടുള്ള ജോലി, എളുപ്പത്തിൽ ഡിഗ്രി പാസ്സാക്കാം, സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെയും വിദേശത്ത് ജോലി നേടാം എന്നിങ്ങനെയുള്ള കപട വാഗ്ദാനങ്ങളിൽ ഇതൊക്കെ സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിലും വിവരവും വിദ്യാഭ്യാസവുമുള്ള മലയാളികളാണ് കൂടുതലും ചെന്ന് ഇരയായി കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ബാങ്കോക്കിൽ ജോലി, മികച്ച ശമ്പളം എന്ന പരസ്യം കണ്ട് മെച്ചപ്പെട്ട ജീവിതം എന്ന സ്വപ്നത്തോടെ അപേക്ഷിച്ചവർ എത്തിപ്പെട്ടത് മനുഷ്യക്കടത്തായി മ്യാൻമറിലാണ്. മനുഷ്യക്കടത്തിന് ഇരകളായി 8 മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മടങ്ങിയെത്തുമ്പോൾ ഇവരുടെ മുന്നിൽ ആശങ്കകൾ ഏറെയാണ്. വ്യാജ പരസ്യത്തിൽ കബളിപ്പിക്കപ്പെട്ടവരാണ് തങ്ങളെന്നും സൈബർ കുറ്റവാളികൾ അല്ലെന്നും ഇവർ പറയുന്നു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ കോൾ സെന്ററിലേക്ക് ആളെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ടാണ് ഇവരെല്ലാം അപേക്ഷിച്ചത്. 6000 ചൈനീസ് യുവാൻ, അതായത് ഏകദേശം 72,000 രൂപ ശമ്പള വാഗ്ദാനമായിരുന്നു പ്രധാന ആകർഷണം. കമ്പ്യൂട്ടർ പരിചയവും ഇംഗ്ലീഷ് പ്രാവീണ്യവുമായിരുന്നു ആവശ്യപ്പെട്ട യോഗ്യതകൾ. ബാങ്കോക്കിലെത്തിയ ഇവരെ കാത്തിരുന്നത് തായ് സ്വദേശിയായ ഒരു ഡ്രൈവറാണ്. മണിക്കൂറുകൾക്ക് ശേഷം മ്യാൻമർ അതിർത്തിയിൽ എത്തിയപ്പോഴാണ് തായ്ലൻഡിലല്ല ജോലിയെന്ന് പോയവർ പോലും തിരിച്ചറിഞ്ഞത് തന്നെ. അതിർത്തി പ്രദേശത്ത് പരിശോധന ഉണ്ടായിരുന്നെങ്കിലും തടസ്സമുണ്ടായില്ലെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരും സൈബർ തട്ടിപ്പുകാരും ചേർന്നാണ് ഇടപാടുകൾ എന്നതിന് ഇത് തെളിവാണെന്നും ഇവർ വിവരിക്കുന്നു. മ്യാൻമാർ മാവാടി മേഖലയിലെ KK ഫോർട്ട് ടൗൺഷിപ്പിലെ കമ്പനികളിലാണ് എത്തിച്ചത്. സൈബർ കുറ്റകൃത്യങ്ങൾക്കാണ് എത്തിച്ചതെന്ന് മനസ്സിലായപ്പോഴേക്കും കുരുക്ക് മുറുകിയിരുന്നു. ജോലി ഉപേക്ഷിച്ചാൽ $3000 പിരിച്ചുവിട്ടാൽ $1000 നൽകണമെന്നതുൾപ്പെടെ കരാറിലെ വ്യവസ്ഥകൾ കുരുക്കായി. ജോലിക്ക് എത്തിയ പാടെ ഇവരുടെ ഫോണുകളിൽ നിന്ന് പരസ്യത്തിന്റെയും കോളുകളുടെയും വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യിച്ചു. ഓഫീസിൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഫോണിന്റെ ക്യാമറ സ്റ്റിക്കർ ഉപയോഗിച്ച് മറച്ചു. ഇതിനിടെയാണ് ചൈനയുടെ ഇടപെടലിനെ തുടർന്ന് മ്യാൻമാർ സൈന്യം രക്ഷാദൗത്യം പ്രഖ്യാപിച്ചത്. ഇതിനെ ആശ്രയിച്ചവർക്കാണ് ഇപ്പോൾ മടങ്ങിയെത്താൻ കഴിഞ്ഞത്. 26 ദിവസം മ്യാൻമാർ സൈന്യത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു ഇവർ. പിന്നീട് തായ്ലൻഡിൽ എത്തിച്ച ശേഷം അവിടെ നിന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ തിങ്കളാഴ്ച രാത്രി ഡൽഹിയിലെത്തിയത്. സൈബർ കുറ്റവാളികളോട് എന്ന പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും നീണ്ട യാത്ര മ്യാൻമറിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ പിടിയിൽപ്പെട്ട മലയാളികൾ ഉൾപ്പെടെ 283 പേരെ ഡൽഹിയിൽ എത്തിച്ചു. കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ നിന്ന് 540 പേർ മ്യാൻമറിൽ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ മ്യാൻമാർ മ്യാവാടിയിലെ ഒളിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 700-ലേറെ പേരെ മോചിപ്പിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രി പാലം വിമാനത്താവളത്തിൽ എത്തിച്ചവരെ UP ഗാസിയാബാദിലെ CBI അക്കാദമിയിലേക്ക് മാറ്റി. കേന്ദ്ര ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. രണ്ടാം സംഘം ഇന്ന് പുലർച്ചെയാണ് ഡൽഹിയിൽ എത്തിയത്. ഇതിലും മലയാളികളുണ്ട്. മ്യാൻമറിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ച സംഘത്തിലെ 8 മലയാളികളെ നോർക്ക റൂട്ട്സ് ഇടപെട്ട് വിമാനത്തിൽ നാട്ടിലെത്തിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കാസർഗോഡ് സ്വദേശികളാണിവർ. തൊഴിലിന്റെ മറയിൽ മനുഷ്യക്കടത്ത് ദിനം പ്രതി ഇത്തരത്തിൽ വർദ്ധിക്കുകയാണ്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളാണ് മനുഷ്യക്കടത്തിനായി വിനിയോഗിക്കപ്പെടുന്നത്. ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, അതായത് ഓൺലൈൻ ഉപാധികളാണ് തൊഴിൽദാതാക്കളായി ചമയുന്നവർ ഇതിനായി കൂടുതലും ഉപയോഗിക്കപ്പെടുന്നത് എന്നതും തൊഴിൽപരമായ ചൂഷണത്തോട് ചേർന്ന് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഓരോ ചുവടും കരുതലോടെ വേണമെന്ന് മാത്രമേ പറയാനാകൂ. എളുപ്പത്തിൽ സ്വർഗം നേടാൻ ശ്രമിക്കുന്നവരൊക്കെ കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള പല ഗതികേടുകളുമാണ്.